ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഈശ്വരസ്മരണയോടെയും മനസ്സിൽ നല്ല ചിന്തകളോടെയും ശുദ്ധിയോടെയും വേണം ഭക്ഷണം പാചകം ചെയ്യാനെന്ന് പൊതുവെ പഴമക്കാർ പറയാറുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും ഒക്കെ കഴിക്കുന്ന ആളിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അതുപോലെ ഈ ബ്രഹ്മാർപ്പണം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ? നമുക്ക് ഈ ലോകത്ത് ഏറ്റവും സന്തോഷത്തോടെ കൊടുക്കാൻ കഴിയുന്ന കാര്യം എന്തായിരിക്കാം? ഭക്ഷണമാണ്. നമ്മളൊരാൾ ഭക്ഷണം പാകം ചെയ്യുന്നു. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്താവും? നന്നായിട്ട് പാചകം ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അയാൾ ചിന്തിക്കുന്നത്, ഈശ്വര, ഞാനീ കഴിക്കുന്നത് ഇഷ്ടമാവണേ മറ്റുള്ളവർക്ക്, അവരിത് കഴിക്കണേ, അവർക്ക് തൃപ്തിയാവണേ എന്ന് സ്വയം വിചാരിക്കും. ഇതുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം ഒരു കഷ്ണം നുറുക്കുമ്പോൾ തൊട്ട് അതിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന എണ്ണ എടുക്കുമ്പോഴോ ഉപ്പെടുക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇത് കഴിക്കുന്ന ആളുടെ മാനസികാവസ്ഥയാണ്. ഇത് ശരിക്കും ഈശ്വരാർപ്പണം തന്നെയാണ്. കാരണം ഭക്ഷണം മറ്റൊരാൾക്ക് കൊടുക്കുക, ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഭാവങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭാവങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവരത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുക. ഈ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം, തൃപ്തി എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ്. ഇതേപോലെ ഭക്ഷണം ഒരു ജോലിയായി മാറുമ്പോൾ പല കുടുംബങ്ങളിൽ നമുക്കറിയാം, സ്ത്രീകൾ ചില കുടുംബങ്ങളിലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു ജോലിയായി മാറും. കാരണം ഇതെൻ്റെ ഒരു പണിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഇനി ഉച്ചയ്ക്ക് അരി വെച്ച് കറി ഉണ്ടാക്കണം, ഇനി വൈകുന്നേരം ഞാൻ എന്നാ ഉണ്ടാക്കാനാ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം വേറുന്നുണ്ട്, ഇത് ചെയ്യുന്നത് വേറുന്നുണ്ട്, ഒരു ജോലിയായിട്ട് ഒരു കർമ്മമായിട്ട് മാത്രം ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു, അല്ല അവർ പുറത്തുനിന്ന് കഴിച്ചോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിക്കട്ടെ, ഞാൻ എന്തിനത് കഷ്ടപ്പെടണം? എൻ്റെ കഷ്ടപ്പാട് ആരാണ് കാണുന്നത്? ഈ മാനസികാവസ്ഥയിൽ അടുക്കളയിൽ പോയി കുക്ക് ചെയ്യുന്ന ഒരാൾ, അതിൽ എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടാവും. കാരണം കഴിക്കുന്ന ആളെപ്പറ്റി അവരെപ്പറ്റി ചിന്തയില്ല, അവരെ ഈശ്വരനെ തുല്യമായിട്ട് അവരെ കാണുന്നില്ല. ഈശ്വരനായിട്ട് കാണേണ്ടതാരാണ്? നമ്മൾ കൊടുക്കുന്ന അവരാണ്. അവരുടെ സന്തോഷത്തെ പറ്റിയല്ല ചിന്തിക്കുക. അവരെന്നെ പറ്റിക്കുകയാണല്ലോ, എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ഈ സാധനം മുഴുവൻ ദിവസവും കഴിക്കുക, അവർക്ക് വന്ന് പണിയെടുത്തുകൂടെ, അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുത്തുകൂടെ, കഴിച്ചുകൂടെ, എനിക്ക് ഉണ്ടാക്കി തന്നുകൂടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇവരുണ്ടാക്കുന്നതിന് എന്ത് സ്വാദാണ് ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണ്? ഉണ്ടാക്കിയിട്ട് നേരെ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുക, എവിടെ വച്ചിട്ടുണ്ടോ എടുത്ത് കഴിച്ചോ എന്ന് പറയുക. വിശപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കഴിക്കും. നല്ല വിശപ്പുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കും, ഇല്ലായെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് പോവും. അത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം കഴിക്കുന്ന ഒരു കർമ്മം മാത്രമാണ്. തന്ന ആളോട് യാതൊരു തരത്തിലും ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു ബഹുമാനമോ ഈ കഴിക്കുന്ന ആൾക്കപ്പോൾ തോന്നുന്നില്ല. കാരണം ഇയാളൊരു ജോലി ചെയ്തു, ഇയാളെനിക്ക് ഈ പറഞ്ഞ സംഭവം ഉണ്ടാക്കി തരാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്, എൻ്റെ ഭാര്യയുടെ തൊഴിലാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക എന്നുള്ളത്, അവളത് ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് തരുന്ന ആളോട് ബഹുമാനമില്ല. നേരെ തിരിച്ച് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ കഴിച്ച് നോക്കി നിന്ന് കഴിപ്പിക്കുന്ന ഒരാളോട് എന്തായിരിക്കും മാനസികാവസ്ഥ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത് വാങ്ങുന്ന ആളുടെ മാനസികാവസ്ഥയിൽ വേണം അത് കൊടുക്കാൻ. വാങ്ങുന്ന ആളുടെ മനസ്സിൽ നിന്ന് ചിന്തിച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയോ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഇടുന്ന ഒരു ആത്മാർത്ഥത ഉണ്ടാവും. ആ ആത്മാർത്ഥത വാങ്ങുന്ന ആൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. നന്നായിട്ടുണ്ടാക്കി ബാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ, നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, ഒരുപക്ഷെ ആ ഉണ്ടാക്കുന്ന ആൾ മുൻഭാഗത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല എങ്കിൽ പോലും അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കും, ആ ഉണ്ടാക്കിയ ആൾ ഒന്ന് ഒളിഞ്ഞു നോക്കും. ഇപ്പോൾ ചില പാചകക്കാർ ചില കുടുംബങ്ങളിൽ നിൽക്കുന്നവർ അവർ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, പക്ഷേ വേറുന്നുണ്ട്, അവർ ഫ്രണ്ട് ഫേസിലേക്ക് വരുന്നില്ല. അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി കുടുംബത്തുള്ളവർ കഴിക്കുന്ന നേരം കഴിച്ച് കഴിയുമ്പോൾ ഇവരൊന്ന് എങ്ങി നോക്കും, അല്ലെങ്കിൽ അതിലേ ഒന്ന് കറങ്ങും. എന്താണെന്ന് വെച്ചാൽ അഭിപ്രായം എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടായോ, ഞാൻ ഉണ്ടാക്കിയത് മോശമായോ, അവർ സന്തോഷമായിട്ടാണ് ഏറ്റുപോയത്. അതായത് ഞാൻ ചെയ്ത കർമ്മം കൊണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട്, ഞാൻ കൊടുത്തത് കൊണ്ട് വേറൊരാൾക്ക് സന്തോഷമുണ്ടായി എന്നറിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ സുഖമുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണമാണ് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായാൽ, മറ്റുള്ളവർക്ക് എന്തുമാത്രം അതുകൊണ്ട് ഗുണമുണ്ടായി എന്നറിയുക എന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും സഹായിക്കും.
സഹായിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സഹായിക്കുമ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, ഈശ്വര ഞാൻ സഹായിച്ചതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായോ എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായി എന്ന് വരില്ല എങ്കിൽ പോലും ഇങ്ങനെ എന്തിന് നമ്മൾ ശ്രമിച്ചാലും, ഏത് സഹായത്തിനും അല്ലെങ്കിൽ ഏതൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തൃപ്തിയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഊർജവും അനുഗ്രഹവും ഈശ്വര കടാക്ഷവും എന്ന് തന്നെ വിശ്വസിക്കണം. ഈ ഹരി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ പൊതുവേ ഇതുപോലെ വീടുകൾ കണ്ടുവരുന്ന സാധനം, വീട്ടമ്മ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഒക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഫോണിൽ നോക്കിയിരുന്നിട്ട് കഴിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു നല്ല അഭിപ്രായം പറയാനോ ഒന്നും വേറെ എന്തെങ്കിലും ഫോണിൽ നോക്കി നിൽക്കുന്നു. ഇവരുടെ കണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ അവർ സന്തോഷത്തോടെയാണ് കഴിച്ചത്, അവർക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കാൻ ഒരു ഭാവവും ഇല്ലാതെ ഫോണിൽ നോക്കിയിരുന്ന് കഴിക്കുന്നൊരു രീതി കേരളത്തിൽ വളരെ വ്യാപകമായി വരുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു മറുവശം അല്ലേ? പലപ്പോഴും കഴിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ലഭിക്കുന്ന ആളുകൾ ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഈ പറഞ്ഞ പോലെ പല കുടുംബങ്ങളിലും അല്ലെങ്കിൽ ഏകദേശം 99% കുടുംബങ്ങളിലും ഭക്ഷണങ്ങൾ അടുക്കളയിൽ ഉണ്ടാക്കി വളരെ സ്നേഹത്തോടെ മോഹിച്ച് തന്നെ കൊണ്ടു കൊടുക്കുമ്പോൾ ഇവർ നോക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ട് ഇവർ കഴിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർക്ക് കാണാം അവരാ ഭക്ഷണം ബാക്കി വച്ചില്ല. അവർ മുഴുവൻ കഴിച്ച് വീണ്ടും 2 ചപ്പാത്തിയോ അല്ലെങ്കിൽ 2 ദോശയും കൂടി എടുത്ത് വീണ്ടും സാമ്പാറോ ചമ്മന്തിയോ കൂടുതലായി ഒഴിച്ച് അവരത് കഴിച്ചു. സ്വാഭാവികമായിട്ടും മനസ്സിൽ സന്തോഷമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചോളം അത് വളരെ പ്രധാനമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഹോട്ടലുകളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഹോട്ടലുകളിൽ നമ്മൾ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നു, നല്ല ഹോട്ടലാണ്, നല്ല ഹോട്ടലുകളിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ വരുന്ന ആൾക്ക് നമ്മൾ അതിഗംഭീരമായിട്ടുള്ള നമ്മൾ ടിപ്പ് കൊടുക്കും, സന്തോഷമായി കൊടുക്കും. നമുക്ക് വേണ്ടി ഈ പറഞ്ഞ നല്ല ഭക്ഷണം തന്നെ കൊടുത്തില്ലെങ്കിൽ ഹോട്ടലിൽ നിലനിൽപ്പില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾ അവിടെ അടുക്കളയിലുണ്ട്, ആ ഉണ്ടാക്കുന്ന ആളെ നമ്മൾ ആരും സ്മരിക്കാറോ ചിന്തിക്കാറോ പോലുമില്ല. ഇവിടെ സർവീസ് ചെയ്യുന്ന ആളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ ലോകത്ത് പലപ്പോഴും ഉള്ള ഒരു ദോഷം എന്നുള്ളത് നമ്മൾ കാണേണ്ടവരെ എല്ലാവരെയും നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല. ഇതിൻ്റെ പുറകിലും ഓരോ കർമ്മത്തിൻ്റെ പുറകിലും ഒരാളല്ല ഒന്നിലേറെ ആളുകൾ, വളരെയധികം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതിയും കൂടെ നമുക്കുണ്ടായാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് ബഹുമാനിക്കാൻ പഠിക്കാൻ കഴിയുള്ളൂ. അതായത് ഭക്ഷണം കൊണ്ടുതന്ന ആളല്ല, അതിന് പുറകിൽ അതുണ്ടാക്കുന്നവരുണ്ട്, അതിന് പാത്രം കഴുകുന്നവരുണ്ട്, എത്ര പേര് പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഹോട്ടലിലായ കുടുംബത്താവുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണം ഉണ്ടാക്കി തന്ന അമ്മ മാത്രമല്ല, ഈ ഭക്ഷണത്തിനുള്ള പലചരക്കും പച്ചക്കറിയും വാങ്ങാൻ പോയ അച്ഛനും അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരും എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം നമ്മൾ എന്ത് കിട്ടുന്നു എന്നുള്ളവർ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കിത് തന്നവരുടെ ബുദ്ധിമുട്ട്, കൊടുക്കാൻ നിൽക്കുന്നവരുടെ മനസ്ഥിതിയിൽ ഈ പറഞ്ഞ പോലെ കൊടുക്കുന്നവരുടെ മനസ്സ്, ഇത് രണ്ടും ഒരുപോലെ തന്നെ ചിന്തിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരുപോലെ ആവുമ്പോൾ മാത്രമേ ഈ സമൂഹത്തിൽ സന്തോഷവും ക്വാളിറ്റിയും ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.